ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലെ ഒന്ന് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തതിന് ശേഷം ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ ഇനിയാണ് നമ്മുടെ കഥയുടെ പ്രധാന ഭാഗങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഇനിയാണ് കഥയുടെ വഴിത്തിരിവ്. കാരണം ഇത്രയും ദിവസം തുടക്കമായിരുന്നു കഥയിലെ മെയിൻ കഥാപാത്രങ്ങളൊന്നും രംഗത്ത് വന്നിട്ടില്ല. അപ്പൊ ഇനിയാണ് അങ്ങോട്ടേക്ക് കഥയിലെ മെയിൻ കഥാപാത്രങ്ങൾ രംഗത്ത് വരാൻ പോകുന്നത്. ഒരു കഥാപാത്രത്തെ നിങ്ങൾ ഇന്ന് കണ്ടു കാണും. അലീനയുടെ അമ്മയുടെ ഭർത്താവ്, അതായത് അലീനയുടെ അമ്മയുടെ ഭർത്താവ് അലീനയുടെ അച്ഛനായിട്ട് വരും. പക്ഷെ യഥാർത്ഥ അച്ഛനല്ല. ഇനിയിപ്പം വളർത്തച്ഛൻ എന്നും പറയാൻ പറ്റില്ല, എങ്കിലും ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് കേട്ടോ പുള്ളിക്കാരന് അലീനയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഒരു എന്താ പറയാ, വളരെയധികം ക്ഷമയും അതുപോലെ തന്നെ വാത്സല്യവും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് ഈ പറയുന്ന അലീനയുടെ അമ്മയുടെ ഭർത്താവ് എന്ന് പറയുന്നത്. ഏതായാലും ഈ അലീനയുടെ അമ്മയുടെ ഭർത്താവും മനുശങ്കറും കൂടി ചേർന്നാണ് അലീനയെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത്. അങ്ങനെ നമ്മുടെ മമ്മി മരിച്ചു പോയല്ലോ. ഇനിയിപ്പം മമ്മി മരിച്ചു പോയത് കൊണ്ട് തന്നെ ആ അനാഥാലയത്തിൽ നമ്മുടെ അലീനയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അലീന ഇനി എന്ത് ചെയ്യും, അലീന എവിടെ പോകും എന്നൊന്നും അറിയില്ല. അങ്ങനെ കുറച്ച് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പള്ളിയിലെ, അതായത് അവിടുത്തെ ആ ഒരു മഠത്തിലെ സിസ്റ്റേഴ്സ്, അതായത് ഓർഫനേജിന്റെ ആ ഒരു അടുത്തുള്ള പള്ളിയിലെ മഠത്തിലെ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇങ്ങനെ അലീനയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ എന്ത് ചെയ്യും, കുട്ടീനെ എന്ത് ചെയ്യണം എന്ന് അറിയില്ലല്ലോ, ഇവിടെ ഒറ്റയ്ക്കായി പോയല്ലോ എന്നൊരു സങ്കടം ആ സിസ്റ്റേഴ്സൊക്കെ, ആ ഒരു സിസ്റ്റർമാരൊക്കെ പറയുന്നുണ്ട്. അലീനയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. കരച്ചിലെന്ന് വെച്ചാൽ നിർത്താത്ത കരച്ചില്. മമ്മി എന്ന് പറഞ്ഞാൽ അലീനയ്ക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു. സത്യമായിട്ടും പെറ്റമ്മയേക്കാൾ ഒരുപാട് എന്താ പറയുക, സ്നേഹം വളർത്തമ്മയോട് തന്നെയാണ് നമ്മുടെ അലീനയ്ക്കുള്ളത്. പെറ്റമ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അലീനയ്ക്ക് അറിയില്ല. അതങ്ങനെ ആയിരിക്കാം. പെറ്റിങ്ങനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ പിന്നെ പെറ്റമ്മയ്ക്ക് എന്താ അർത്ഥം ഇരിക്കുന്നതല്ലേ. പെറ്റ് ഇത് ഉപേക്ഷിച്ച് കളഞ്ഞല്ല കേട്ടോ. ഇത് അലീനയുടെ അമ്മേനെയും കുറ്റം പറയാൻ പറ്റില്ല. അലീനയുടെ അമ്മയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞിരാമ മേനോൻ, അതായത് അലീനയുടെ അമ്മയുടെ അച്ഛൻ മരിച്ചുപോയ മേനോൻ ചെയ്തൊരു പണിയാണ്. അതും ആർക്കും ദോഷം വരുന്ന രീതിയിൽ ആ കുട്ടീനെ കൊന്നുകളയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ കുട്ടീനെ സേഫ് ആയിട്ട് ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം കുഞ്ഞിരാമൻ മേനോൻ തന്നെയാണ് നോക്കി വന്നോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ആയിക്കോട്ടെ, നമ്മുടെ അലീനയുടെ അമ്മയ്ക്ക് വിവാഹാലോചനയും വിവാഹമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ചെറിയൊരു കയ്യബദ്ധം നമ്മുടെ അലീനയുടെ അമ്മയ്ക്ക് പറ്റുന്നത്. ചിലപ്പോൾ പ്രായത്തിന്റെ ആയിരിക്കാം. ആ ഒരു സമയത്ത് അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാനാണ്. അപ്പോഴേക്കും നമ്മുടെ അലീനയുടെ അമ്മയുടെ ആ ഒരു ഭാവി ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി മാത്രമാണ് അലീനേനെ കൊണ്ടുപോയി ഉപേക്ഷിച്ച് കളഞ്ഞതെന്ന് പറയാം. പക്ഷെ നമുക്കതിനെ ന്യായീകരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഇത്രയും നാൾ അലീന അനുഭവിച്ച വേദന, ഒരു അമ്മയില്ലാതെ അലീന അനുഭവിച്ച വേദന, അലീന വേദന ഒന്നും അനുഭവിച്ചിട്ടുമില്ല. അങ്ങനെ അമ്മയില്ലാത്തൊരു വേദന അലീന അനുഭവിച്ചിട്ടില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ അലീനയുടെ ആ ഒരു പോക്ക്, ഇനി അലീന എവിടെ പോകും, അലീനയ്ക്ക് ഇനി ആരാണ് ആശ്രയം, അലീന ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മനുശങ്കറും അതുപോലെ അലീനയുടെ അമ്മയുടെ ഭർത്താവും കൂടി വരാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ അവിടെ കുഞ്ഞിരാമമേനോൻ മരിച്ചു കഴിഞ്ഞു. അവിടുത്തെ ചടങ്ങുകളൊക്കെ തീർന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയിപ്പം അവിടെയും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും, ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും. അതുപോലെ തന്നെ മുത്തശ്ശീനെ നോക്കാനായിട്ട് ഒരാളെ ആവശ്യമുണ്ട്. അപ്പം ആ ആളെ ഇനി എവിടെ പോയി കൊണ്ടുവരും എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെയും നിൽപ്പുണ്ട് കേട്ടോ. മുത്തശ്ശിനെ നോക്കാൻ ഒരാളെ തേടിക്കൊണ്ട് നിൽക്കുന്ന കറക്റ്റ് സമയമാണ്. മുത്തശ്ശിനെ നോക്കാൻ ഒരാൾ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത് നമ്മുടെ മനുശങ്കർ ഈ കാര്യം എടുത്തിടുന്നത്. എൻ്റെ മുത്തശ്ശൻ ബാക്കി വെച്ച കാര്യങ്ങളെല്ലാം എനിക്ക് പൂർത്തിയാക്കണം. മുത്തശ്ശൻ മരിക്കാൻ കിടന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് മുത്തശ്ശൻ പോയി, ഓരോ ഓർഫനേജിൽ പോയി ആ കുട്ടീനെ കണ്ടു. ആ കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടി, മുത്തശ്ശീനെ നോക്കാൻ കൊണ്ടുവരാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴേക്കും അവിടെ എല്ലാവരും ചോദിക്കും, എന്തിനീ വയസ്സാങ്കാലത്ത് ചാകാൻ കിടന്ന് ഇങ്ങേര് ആ ഓർഫനേജിൽ പോയി ആ പെങ്കുച്ചിനെ തന്നെ. ഇപ്പൊ എത്ര മാത്രം ഓഫീസുകളുണ്ട് ഹോം നേഴ്സിനെ കിട്ടാനായിട്ട്. ഇതൊന്നും അത്രയ്ക്ക് ശരിയൊന്നുമല്ല. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല.
എന്നാണ് മനുശങ്കറിന്റെ അമ്മ പറയുന്നത്. പുള്ളിക്കാരി ഇച്ചിരി നമുക്ക് തന്നെ കലി വരുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ മനുശങ്കറിന്റെ അമ്മ അമ്പിലും മില്ലിലും എടുക്കുന്നില്ല, പറ്റില്ല, അങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്കും നമ്മുടെ അലീനയുടെ അമ്മയും പറയുന്നത്, ഹേയ് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഹോം നേഴ്സുകളെ ഇഷ്ടംമാതിരി കിട്ടൂല്ലോ, ഇപ്പൊ എന്തെങ്കിലും ഓരോ ആവശ്യത്തിനോ ഒരു ഓഫീസായിട്ട് ബന്ധപ്പെട്ടാൽ മതി, പിന്നെ നമുക്കതിന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും വലിച്ചു വെക്കേണ്ട കാര്യമില്ല, അത് ഓഫീസ് നോക്കിക്കോളൂ, നമ്മൾ അവർക്ക് ശമ്പളം കൊടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ് അലീനയുടെ അമ്മ. അപ്പോഴത്തേക്കും മനുശങ്കർ പറഞ്ഞു, പറ്റില്ല, പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്നോട് മരിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞ ആഗ്രഹമാണ്. നിങ്ങൾക്കൊക്കെ പല ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം, നിങ്ങൾ മക്കളാണല്ലോ, എന്നിട്ട് പോലും പറ്റിയിട്ടില്ലല്ലോ നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് അങ്കിളെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ആ പെൺകുട്ടീനെ പോയി കൊണ്ടുവന്നേ പറ്റൂ. എന്നോട് ലാസ്റ്റ് പറഞ്ഞതാ, അച്ഛൻ എല്ലാം പറഞ്ഞ് മുത്തച്ഛൻ എല്ലാം പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ. മുത്തശ്ശൻ്റെതായ കടങ്ങളൊക്കെ വീട്ടാൻ ഞാനേ ഉള്ളതെന്ന് മുത്തശ്ശൻ പറഞ്ഞു. പക്ഷെ അപ്പൊ മനുശങ്കറിന് അറിയില്ല കേട്ടോ ആരാണ് എന്താണ് ഈ പറയുന്നത് നമ്മുടെ അലീന മനുശങ്കറിന്റെ മുറപ്പെണ്ണാണെന്നോ അലീനയുടെ അല്ല നമ്മുടെ കുഞ്ഞിരാമൻ മേനോന്റെ മകളുടെ മകളാണെന്നോ ഒന്നും അറിയില്ല. പക്ഷെ മുത്തശ്ശനൊരു വാശിയായിരുന്നു ആ കുട്ടീനെ കൊണ്ടുവരണമെന്ന് ഒരു ആഗ്രഹമായിരുന്നു, അത് ഞാൻ നടത്തി കൊടുക്കും. മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന മുത്തശ്ശന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ആണാണെന്ന് പറഞ്ഞിരുന്നിട്ട് എന്താണ് കാര്യം എന്നും പറഞ്ഞ് ഭയങ്കര ഫൈറ്റായി. ഏതായാലും മനുശങ്കർ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ അലീനയുടെ ഭർത്താവ് പറയുകയാണ്, ഓക്കെ നീ ഇപ്പൊ സമാധാനപ്പെട്, നമുക്ക് സംസാരിക്കാം അതിനെക്കുറിച്ച് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ നമ്മുടെ മനുവിനോട് സംസാരിക്കുകയാണ്, മനുശങ്കറിനോട് സംസാരിക്കുകയാണ്. എന്താണ് മോനെ, എന്തിനാ ഇപ്പൊ അച്ഛൻ അവിടെ പോയത്, അതിനെക്കുറിച്ച് നിനക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല. ഏതായാലും അച്ഛൻ അവിടെ പോയി ആ പെണ്ണിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ആ കുട്ടീനെ കൂട്ടിക്കൊണ്ട് വരാനിരിക്കുകയായിരുന്നു. അവിടെ വാക്കും കൊടുത്തതാണ്. അവിടുത്തെ ഒരു ആന്റി ഉണ്ടായിരുന്നു, ആ ആന്റി ഇവിടെ വന്നതാണ് കഷ്ടപ്പെട്ട് വന്ന് ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞതൊക്കെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഒരു സംശയം കേട്ടോ. ഇനിയിപ്പൊ എന്താണെന്ന് അറിയില്ല, ഇവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ മുത്തശ്ശനെ ആയിരിക്കും സംശയം, മുത്തശ്ശന്റെ ഇനി വേറെ ഏതെങ്കിലും ബന്ധത്തിലുള്ള ആരെങ്കിലും ആണോ എന്നൊരു ചെറിയ സംശയം ഇവർക്കൊക്കെ തോന്നുമായിരിക്കും. കാരണം അങ്ങനെ തോന്നൂല്ലോ, മുത്തശ്ശൻ ഇത്രയും വെപ്രാളപ്പെട്ട് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് തോന്നൂല. അപ്പൊ ആ ഒരു സംശയമാണ് ഉള്ളത് ഇവർക്കൊക്കെ. ആഹാ ഇനിയിപ്പോ വേറെ ബന്ധത്തിലുള്ളതാണോ എന്ന് ആർക്കറിയാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് മനുശങ്കർ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ, അനാവശ്യമായിട്ട് മരിച്ചുപോയ ഒരാളെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ മനുശങ്കറിന്റെ അമ്മയോട് തന്നെ ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് മനുശങ്കറിന്റെ അങ്കിള്, അതായത് നമ്മുടെ അലീനയുടെ അല്ല കുഞ്ഞിരാമൻ മേനോന്റെ മോള് അലീനയുടെ അമ്മയുടെ ഭർത്താവ് മനുശങ്കറിന്റെ കൂടെ നിൽക്കുകയാണ്. പുള്ളിക്കാരൻ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ, എന്താ പറയാ, നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, നല്ലൊരു മനസ്സിനുടമയാണ്. ഭാവം എന്താണ്, എന്താ പറയാ, ഒരു എല്ലാം അറിയാവുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ, പാവവും പുണ്യവും ഒക്കെ അറിഞ്ഞ, അതായത് ഒരു പാവത്താൻ മനുഷ്യനാണ്. അങ്ങനെ മനുശങ്കറിന്റെ കൂടെ പുള്ളിക്കാരനും ആ ഒരു ഓഫനേജിലേക്ക് പോവുകയാണ്. ആ ഒരു ഓഫനേജിലേക്ക് ചെല്ലുമ്പോഴേക്കും അങ്ങനെ മനുശങ്കറും പുള്ളിക്കാരനും കൂടെയാണ്, അലീനയുടെ അമ്മയുടെ ഭർത്താവും കൂടെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അലീന എവിടെ പോകുമെന്നറിയാതെ നിൽക്കുമ്പോഴേക്കും അലീനയെ കാണാൻ വന്നിരിക്കുന്നു രണ്ടുപേരെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റേഴ്സ് അലീനയെ കൊണ്ടുവരികയാണ്. അലീന നോക്കുമ്പോൾ ദാ നിൽക്കുന്നു നമ്മുടെ മനുശങ്കർ. അലീനയ്ക്ക് അപ്പൊ മനുശങ്കറിനെ ഓർത്തു വെക്കാൻ മാത്രം ഉണ്ടല്ലോ, മനുശങ്കർ ആരാണെന്ന് അറിയാം, തൻ്റെ കുടുംബത്തിലുള്ള ഒരാളാണ്, തൻ്റെ അമ്മയുടെ ബന്ധത്തിലുള്ള ഒരാളാണ്, അതുകൊണ്ടാണല്ലോ മുത്തച്ഛന്റെ കൂടെ വന്നത് കാണാനെന്ന് അറിയാം. അങ്ങനെ മനുശങ്കറിനെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാല് അലീനയ്ക്കൊരു ചെറിയ ജീവൻ വീഴുന്നത്. പക്ഷെ ആ ഒരു ജീവൻ വീഴലൊന്നും അല്ല കേട്ടോ, ഇനിയിപ്പം നമ്മുടെ അലീന അനുഭവിക്കാൻ പോകുന്ന പേടാപ്പാടുകള് അവിടെ ചെന്ന് കഴിയുമ്പം. രേവതിക്ക് സുഖമല്ലേ, പരമസുഖമല്ലേ, അന്യ വീടായിട്ട് പോലും രേവതിനെ ആ സ്ത്രീ നോക്കുന്നത് നമ്മൾ കണ്ടില്ലേ, ഇന്ന് കണ്ടില്ലേ, പോയി TV കാണുക അല്ലെ പോയി കിടന്നോ എന്നൊക്കെ പറയാൻ ഒരു മനസ്സാ സ്ത്രീക്കുണ്ട്, ഒരു അന്യ സ്ത്രീ ആയിട്ട് പോലും. പക്ഷെ ഇത് സ്വന്തം കുടുംബമാണെന്നറിഞ്ഞിട്ടും ആ കുടുംബത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന പരിഹാസങ്ങളും ഉപദ്രവങ്ങളും, സ്വന്തം അമ്മയിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന കുറേ ഉപദ്രവങ്ങളും പരിഹാസങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു കഥയാണ് നമ്മുടെ അലീനയുടെ കഥ. ഏതായാലും അലീനയ്ക്ക് ആശ്വാസമായി ഇനി മനുശങ്കർ മാത്രമാണുള്ളത്. അലീനയ്ക്ക് ആശ്വാസവും അലീനയ്ക്ക് എല്ലാമായി മാറുകയാണ് മനുശങ്കർ. അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടിപൊളി കഥയാണ് കേട്ടോ, എല്ലാവരും കണ്ടു തുടങ്ങിക്കോളൂ, ഞാൻ ഉറപ്പ് തരുന്നു. അടിപൊളി കഥ തന്നെയാണ്, ഇമോഷണലായിട്ടും വാത്സല്യമായിട്ടും സ്നേഹമായിട്ടും എല്ലാം കലർന്നൊരു കഥയാണ്. അപ്പൊ എല്ലാവരും കാണാൻ തുടങ്ങിക്കോളൂ. കാണാൻ തുടങ്ങാത്തവര് മറ്റു കഥകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു കഥ തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ഇന്നൊക്കെ സത്യം പറഞ്ഞാൽ ആ കഥ കണ്ടിട്ട് നിങ്ങൾ കരഞ്ഞു പോയില്ലേ,
സത്യമായിട്ടും പറയാമല്ലോ, ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും ഈ കഥ കാണാനിരുന്നു. ഹസ്ബൻഡ് സഹിതം കരഞ്ഞുപോയി എന്നുള്ളതാണ്. ഇപ്പം എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയൊന്നും അല്ല. ഞങ്ങളുടെ മനസ്സ് ഇച്ചിരി സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞങ്ങൾ കരഞ്ഞത്. എന്തോ ഏതോ ഞങ്ങൾക്ക് കണ്ണീര് വന്നു, നിങ്ങൾക്കും കണ്ണീര് വരുമായിരിക്കും. ഏതായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. തെറിയൊന്നും എഴുതിയേക്കല്ലോ കേട്ടോ. അയ്യോ, കുറച്ച് ദിവസം മുമ്പ് ഞാൻ കുറേ തെറിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതേ ഉള്ളൂ. തെറിയൊന്നും മാക്സിമം നിങ്ങൾ എഴുതാതിരിക്കുക. നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണണ്ട, നിങ്ങൾ കാണാതിരിക്കുക. ഇഷ്ടമുള്ളവർ ഇഷ്ടപ്പെടുന്നവർ മാത്രം കാണുക കേട്ടോ. അപ്പം ടാറ്റ ബൈ ബൈ. ഒരു ലൈക്കും ഒരു ഹൈപ്പും മറക്കരുതേ, അടിച്ചിട്ട് പോണേ.